അതിന് ശേഷം ഹവ്വ അവനുമായിട്ട് പല വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. ദൈവത്തിനറിയാം, ഇങ്ങനെയല്ലേ. പിശാച് അവളെ ബോധ്യപ്പെടുത്തി, ദൈവം ഇതറിയുന്നു, നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളോട് പറയും, നിന്റെ മനസാക്ഷി നിന്നോട് പറയുന്നത് അത് ശരിയല്ലെന്നത് പറയും. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ മനസാക്ഷി ഒന്ന് പറയുന്നു അത് തെറ്റാണ്, എന്നാൽ നിങ്ങളുടെ ബുദ്ധി പറയുന്നു നിങ്ങൾക്കറിയാമോ ഇതും ഒക്കെ. അവസാനം നിങ്ങളതിനെ നീതീകരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി പറഞ്ഞ് നിങ്ങൾ അനുസരിക്കും. നമുക്ക് 6-ാം വാക്യത്തിലേക്ക് വരാം. സ്ത്രീ ആ വിഷത്തിൽ കണ്ടത് എന്താണ്? നമുക്ക് പറയാം, ആദാമും അത് തന്നെയാണ് കണ്ടത്. ഒന്നാമത്, അത് തിന്മാൻ നല്ലതെന്ന് അവൾ കണ്ടു. ശരീരത്തിൻ്റെ ആഗ്രഹം, അതൊരു പക്ഷേ കഴിക്കുന്ന ഭക്ഷണമാകാം, ലൈംഗിക മോഹമാകാം, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ആഗ്രഹങ്ങൾ, ഇതുപോലെ ഭക്ഷണം, ലൈംഗികത, ഉറക്കം, വിശ്രമം, അതിൻ്റെ ഓരോന്നിൻ്റെ സ്ഥാനത്ത് അത് ശരിയായ ആഗ്രഹങ്ങൾ തന്നെയാണ്. മോഷ്ടിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൽ അതൊരു തെറ്റല്ല. ഞാൻ വിവാഹിതനാണെങ്കിൽ ലൈംഗികത ഒരു പാവമല്ല. ഉറക്കം ജോലിക്കിടയിൽ അല്ലെങ്കിൽ അത് ശരിയാണ്. അത് ദുരുപയോഗിക്കുന്നില്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ സ്ഥാനത്ത് അത് ശരിയാണ്. ഉണർന്നിരിക്കേണ്ടപ്പോൾ ഉറങ്ങുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ദൈവഹിതത്തിന് പുറത്ത് നീ ലൈംഗികതയിൽ ഏർപ്പെടുന്നത്. ഭക്ഷിപ്പാൻ നല്ലത് അത് ശാരീരികമായിട്ടുള്ള ഒരാഗ്രഹമാണ്. അത് കണ്ണിന് ഇമ്പമാണ്. പാപം എന്ന് പറയുന്നത്, എൻ്റെ മനസാക്ഷി എപ്പോഴും എന്നോട് പറയുന്നു അങ്ങോട്ട് നോക്കരുത്, അത് തെറ്റാണ്. അത് ഞാൻ അറിഞ്ഞിട്ടും അതിലേക്ക് നോക്കുമ്പം അത് എനിക്ക് പാപമാകുന്നു. ഹവ്വ അതിലേക്ക് നോക്കാതെ ഇരുന്നിരുന്നുവെങ്കിൽ അവൾ പാപം ചെയ്യുമായിരുന്നില്ല. ദാവീദ് ബത്ശബയെ നോക്കിക്കൊണ്ടിരിക്കാതെ അവളെ കണ്ട ഉടനെ തന്നെ അവൻ്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ അവൻ പാപം ചെയ്യുമായിരുന്നില്ല. അവളെ നോക്കിക്കൊണ്ടിരുന്നാണ് അവൻ പാപം ചെയ്യാനിടയായത്. ഇതിന് ശേഷം മനസ്സിനെ ബാധിക്കുന്നൊരു പ്രശ്നമുണ്ട് അവിടെ. നിങ്ങളെ ജ്ഞാനിയാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ വൃക്ഷമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു എന്ന് വരാം. ബുദ്ധിപരമായി നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാകാനുള്ള ആഗ്രഹം, മറ്റുള്ളവരെക്കാൾ സമർത്ഥനായ ആൾ, ഞാനൊരു മിടുക്കനാണെന്ന് കാണിക്കുക, അവനേക്കാൾ കൂടുതൽ ഞാൻ സമർത്ഥനാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായത്. നോക്കൂ, പിശാച് അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അവളോട് പറഞ്ഞിരുന്നെങ്കിൽ, നോക്കൂ, ഞാൻ നിന്നോട് പറയാം, അവസാനം ഇത് എവിടെ എത്തിച്ചേരുമെന്ന്. നീ ഇത് ഭക്ഷിച്ചാൽ നിനക്ക് വളരെ സന്തോഷമുണ്ടാകും, അതിൻ്റെ രുചി, അതിൻ്റെ ഭംഗി, അതിൻ്റെ കാഴ്ച, അങ്ങനെയെല്ലാം. എന്നാൽ അതിൻ്റെ ഫലം നിനക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഇത് ഭക്ഷിച്ചാൽ നീ ഒരു നഗ്നനായിത്തീരും, അതുപോലെ നീ ദൈവത്തെ പേടിക്കും, നിൻ്റെ ഭർത്താവിൽ നിന്ന് നീ നിന്നെ തന്നെ മറച്ചു പിടിക്കും, അതുപോലെ നീയും നിൻ്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ നിനക്ക് മക്കളുണ്ടാകും. നിൻ്റെ ആദ്യത്തെ മകൻ ഒരു കൊലപാതകനായി തീരും, അവൻ നിൻ്റെ മറ്റൊരു മകനെ കൊല്ലും. അതിനുശേഷം നിനക്ക് രോഗങ്ങളുണ്ടാകും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ നീ 900 വർഷം ജീവിക്കും. നിൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കൊപ്പം ദുരിതപൂർണ്ണമായൊരു ജീവിതം നീ നയിക്കും. അതുപോലെ നിൻ്റെ മക്കളും ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കും, എന്നേക്കുമായിട്ട്. ഇനിയും പോയി ആ ഫലം കഴിച്ചുകൊള്ളുക. നിങ്ങൾ ചിന്തിക്കുന്നു അവൾ കഴിക്കുമെന്ന്? ഒരിക്കലുമില്ല. പിശാച് നിങ്ങളോട് പറയത്തില്ല ഈ ഫലം പറിച്ച് തിന്നാൽ ഇത് അവസാനം നിങ്ങളെ എവിടെയാണ് കൊണ്ട് എത്തിക്കുന്നതെന്ന്. അവൻ നിങ്ങളോട് അത് കഴിച്ചാൽ അപ്പോഴുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സന്തോഷങ്ങളും, അത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ലൈംഗിക സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പങ്ങൾ. സ്ത്രീകൾക്കും ഈ സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കാനായിട്ട് കഴിയും. അത് ലൈംഗിക കാര്യത്തിൽ ഒരാൺകുട്ടിയുമായിട്ടോ അങ്ങനെ ചില കാര്യങ്ങൾ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമാണ്, ലൈംഗിക ചിത്രങ്ങൾ കാണുന്നത് പോലുള്ള കാര്യങ്ങൾ. ഈ മേഖലകളിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട്. അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ആകാം. ഞാൻ അതിനെ വിളിക്കുന്നത് കുറഞ്ഞു വരുന്ന സന്തോഷത്തിൻ്റെ പ്രമാണമെന്നാണ്. അതിനർത്ഥം കുറഞ്ഞു വരുന്ന സന്തോഷത്തിൻ്റെ നിയമം. അതിനർത്ഥം നിങ്ങൾക്ക് ഏത് കാര്യം എടുക്കാം. നിങ്ങൾ കുറച്ച് വിസ്കി കഴിക്കുന്നു, കുറച്ച് കഴിയുമ്പം ഒരു പെഗ് പോരാന്ന് തോന്നും. ആരംഭത്തിൽ നിങ്ങൾക്ക് ഒരു പെഗ്
മതിയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം ആദ്യം നിങ്ങൾ മദ്യപിച്ചപ്പം ഉള്ള സന്തോഷം ഇപ്പോൾ ഇല്ല. നിങ്ങൾക്ക് 2 പെഗ് വേണം. കുറച്ച് കഴിയുമ്പം 2 പെഗ് കഴിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങൾക്ക് 3 വേണം. ഇതിനെയാണ് കുറഞ്ഞു വരുന്ന സന്തോഷത്തിന് പ്രമാണമെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും. ഒരു ഭക്ഷണം നിങ്ങൾക്ക് രുചികരമായിട്ട് തോന്നുന്നു, അത് കുറച്ച് നാൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കതിൽ സന്തോഷം കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ കൂടുതൽ 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 കഴിച്ച് നിങ്ങളൊരു ഭക്ഷണപ്രിയനാവും. ഇതാണ് ആ കുറഞ്ഞു വരുന്ന സന്തോഷത്തിന് പ്രമാണം. ലൈംഗികത ഇതുപോലാണ്. നിങ്ങൾ ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് സന്തോഷം കിട്ടും. അതൊരു പക്ഷേ ലൈംഗിക പുസ്തകങ്ങളിലൂടെ ആകാം, അതൊരു പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രമാകാം. കുറച്ച് കഴിയുമ്പോൾ അതിൽ സന്തോഷം കിട്ടത്തില്ല, നിങ്ങൾക്ക് കൂടുതൽ വേണം. ഓരോ പ്രാവശ്യവും നിങ്ങൾ കാണുമ്പം മുമ്പ് നിങ്ങൾ കണ്ടതുപോലെയുള്ള സന്തോഷം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. രണ്ടാമത് കാണുമ്പോൾ അത് അല്പം കുറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ വേണം. കുറേശ്ശെ നിങ്ങൾക്കത് കൂടുതൽ കൂടുതൽ വേണമെന്ന് തോന്നുന്നു. അവസാനം നിങ്ങൾ ശാരീരിക വിചാരത്തിലേക്ക് പോകുന്നു. അവസാനം അത് ചെന്ന് ചേരുന്നത് ഇവിടെയാണ്. നിങ്ങൾ വളരെ അസ്വസ്ഥനാകുന്നു, നിങ്ങൾ വളരെ വഷളത്വത്തിലേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങളുടെ തന്നെ ലിംഗത്തിൽപ്പെട്ട ഒരാളുമായിട്ട് നിങ്ങൾ ലൈംഗികതയിൽ ഏർപ്പെടുന്നു. പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും. പിന്നെയും കൂടുതൽ നിങ്ങൾ വഷളന്മാരാകുമ്പം നിങ്ങൾ പോയി മൃഗങ്ങളോടുകൂടി അത് ചെയ്യുന്നു. അതിലൂടെ ഉള്ള ആ സന്തോഷം കുറഞ്ഞു വരികയാണ്. അങ്ങനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ വഷളൻ ആകുന്നു. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുകയില്ല. എന്നാൽ ആ ദിശയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നു ഞാൻ അവിടെ എത്തത്തില്ല, അതിനു മുമ്പേ ഞാൻ നിർത്തും. അത് നിങ്ങളുടെ ചിന്ത മാത്രമാണ്. ഭക്ഷണത്തോടോ ലൈംഗികതയോടോ എന്തിനോടുമുള്ള ആസക്തി, ഇൻ്റർനെറ്റിലുള്ള അശ്ലീല ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും, ഓരോ പ്രാവശ്യവും നിങ്ങളതിൽ ഏർപ്പെടുമ്പം അത് നിങ്ങളുടെ മേലെ അതിൻ്റെ പിടിമുറുക്കാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നു. ഒരു ചങ്ങല കൂടെ വരികയാണ്, മറ്റൊരു ചങ്ങല, അത് നിൻ്റെ മേലുള്ള പിടിമുറുക്കുകയാണ്. അങ്ങനെ ഒരു സമയം വരും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. എന്തു തന്നെ ആയിരുന്നാലും മയക്കുമരുന്ന് അങ്ങനെ എന്തും. ഒരു ഫോഷൻ മാത്രമേ മറ്റൊരാൾ തന്നെ കെട്ടിയിടാനായിട്ട് അനുവദിക്കുകയുള്ളൂ. നിങ്ങളെ ഒരു കള്ളൻ പിടിച്ച് കെട്ടിയിടാനായിട്ട് നിങ്ങൾ അനുവദിക്കുകയില്ല. ഞാൻ ഒരിക്കലും ഒരു കാർട്ടൂൺ കണ്ടു. ആ കാർട്ടൂണിലെ ഒരു കള്ളൻ ഒരു മനുഷ്യനെ കെട്ടിയിടുന്നു, ഒരു ചെയറിനോട് ചേർത്ത് അവനെ കെട്ടിയിടുന്നു. ആദ്യത്തെ കെട്ട് കെട്ടിയപ്പോൾ ആ മനുഷ്യൻ തൻ്റെ വിരൽ വെച്ച് അമർത്തി കൊടുത്തു അത് മുറുകാൻ. എന്നാൽ കള്ളൻ രണ്ടാമതൊരു കെട്ടുകൂടെ കെട്ടി. ഈ മനുഷ്യൻ ഭ്രാന്തനാണോ? പിശാച് ഞങ്ങളെ കെട്ടാൻ വരുമ്പം അത് അനുവദിച്ചു കൊടുക്കുന്ന ആളുകളെ ഇത് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവർ തന്നെ ആ കെട്ട് മുറുകാൻ വേണ്ടി തങ്ങളുടെ വിരൽ അതിന് മേലെ വെച്ച് കൊടുക്കുന്നു. അപ്പോഴേക്കും പിശാച് അടുത്ത ഒരു കെട്ടുകൂടെ കെട്ടിക്കൊടുക്കും. അങ്ങനെയാണ് നിങ്ങളിൽ ചിലരും അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. അത് രഹസ്യമായിട്ടായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കൃഷിക്കാരൻ ഒരു അർദ്ധരാത്രിയിൽ ആരും അവനെ കാണാതെ ഇരിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ നിലത്ത് കുറച്ച് മോശം വിത്ത് വിതറുന്നു. ആരും എന്നെ കണ്ടില്ല. അതുകൊണ്ടെന്താ? ആരും അത് കണ്ടില്ലെങ്കിലും അവൻ കൊയ്യാൻ പോകുന്നത് എന്താ? കൊയ്ത്ത് സമയത്ത് അവൻ എന്താണ് വിതച്ച് അത് തന്നെയാണ് അവൻ കൊയ്യാൻ പോകുന്നത്. വചനം പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എല്ലാവരും അവരെന്താണ് വിതച്ചത് അതാണ് അവർ കൊയ്യാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വിതയ്ക്കുമ്പം നമ്മൾ കൊയ്യാൻ പോകുന്നത് എന്താണെന്ന് പിശാച് നമ്മളെ മറച്ചു പിടിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് 100 വിത്ത് നല്ലതോ മോശമോ തിരിച്ചു കിട്ടും. അത് നീ എന്താണ് വിതയ്ക്കുന്നതെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ വിതയ്ക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ഗലാത്യർ 6 ദൈവത്തെ നിങ്ങൾക്ക് വഞ്ചിക്കാൻ കഴിയില്ല. ദൈവത്തെ മടയനാക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് വിതയ്ക്കാം. നിങ്ങളത് തന്നെ കൊയ്യും. നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടാലും നിങ്ങൾ വിതച്ച് തന്നെ ആയിരിക്കും നിങ്ങൾ കൊയ്യുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടാലും നിങ്ങൾ വിതച്ചത് നിങ്ങൾക്ക് കൊയ്തേ മതിയാവൂ. ശിക്ഷയില്ല, അതിൻ്റെ അനന്തരഫലം നിങ്ങൾക്ക് കൊയ്യേണ്ടി വരും. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഇവിടെ ഒരു നിർമ്മല മനസ്സുള്ള ഒരാൾ, അദ്ദേഹം തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അശ്ലീല ചിത്രങ്ങൾ കാണാൻ ആരംഭിക്കുന്നു. അവനത് കണ്ടുകൊണ്ട് അനേക വർഷങ്ങൾ അങ്ങനെ അതിൽ ചെലവഴിക്കുന്നു. എന്നാൽ അവസാനം അവനതിൽ നിന്ന് മാനസാന്തരപ്പെടുന്നു, തൻ്റെ ജീവിതം കർത്താവിന് കൊടുക്കുന്നു. അവന് ഒരുപക്ഷെ വിവാഹിതനാവുന്നു. എന്നാൽ അടുത്ത 50 വർഷം അവൻ മോശപ്പെട്ട സ്വപ്നങ്ങൾ കാണുന്നു. അവൻ്റെ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ അവൻ തൃപ്തനായിരിക്കുകയില്ല. അവനോട് ക്ഷമിക്കപ്പെട്ടു. ഇപ്പോൾ അവനൊരു ദൈവവൈതലാണ്. അവൻ അശ്ലീല ചിത്രങ്ങൾ ഇപ്പോൾ കാണുന്നേ ഇല്ല. അവനെ തന്നെ നശിപ്പിക്കാൻ. അവനോട് ക്ഷമിക്കപ്പെട്ടോ, ശരി, അവൻ സ്വർഗത്തിൽ പോകും. അടുത്ത 50 കൊല്ലം അവനതിൻ്റെ ഫലം കൊയ്യും. അവൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അവൻ്റെ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ജീവിതം അവന് സന്തോഷപ്രദമല്ല. കാരണം അവൻ തന്നെ പറ്റിനെ വിധേയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. പിശാച് അവനെ കെട്ടിന് പുറത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ മറന്നുപോയി. അങ്ങനെ അവനൊരു ഫോഷനെ പോലെ
പിശാചിനോടൊപ്പം നടന്നുകൊണ്ടേയിരുന്നു. ഈ വഴിയിൽ വരിക എന്ന് യേശു അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അവൻ അത് കേട്ടില്ല. നിങ്ങളിൽ ചിലർ ആ വഴിയിൽ നടക്കുന്നവരാണ്. നിങ്ങളുടെ മുഖത്ത് തന്നെ അത് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല. സർവശക്തനായ ദൈവത്തിനും അത് കഴിയില്ല. അങ്ങനെ അവൻ ചെയ്താൽ നിങ്ങളെ ഒരു യന്ത്രമനുഷ്യനാക്കുകയാണ് അവൻ. നിങ്ങൾ യാന്ത്രികമായിട്ട് ദൈവത്തെ അനുസരിക്കും. ദൈവത്തിന് അത് വേണ്ട. ആളുകൾ നരകത്തിൽ പോകുന്നതും ദൈവം തടയുന്നില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ, നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നതും ദൈവം തടയില്ല. അവനങ്ങനെ ചെയ്യില്ല. നിങ്ങൾ അതിൽ തന്നെ തുടർന്നാൽ, യേശു പറഞ്ഞതുപോലെ, നിങ്ങൾ ഇതിനെ ഗൗരവമായി കണ്ട് നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും കൈ വെട്ടിക്കളയുകയും ചെയ്യുന്നില്ലെങ്കിൽ, അലങ്കാരികമായിട്ടാണ് ഇത് പറയുന്നത്. യേശുവിൻ്റെ വാക്കാണിത്. നിങ്ങൾ നരകത്തിൽ ചെന്ന് അവസാനിക്കും. 20-30 കൊല്ലം നിങ്ങൾ CFCയിലാണ് ഇരിക്കുന്നതെങ്കിലും, അതുകൊണ്ട് ദയവായി ഇത് ഗൗരവമായിട്ടെടുക്കുക.